ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലയിൽ മൃതദേഹത്തിൻ്റേതെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തി തറകുഴിച്ചുള്ള പരിശോധനയിലാണ് അവശിഷ്ടം കണ്ടെത്തിയത്. സന്ദീപ് രാജാക്കാട് തുടരുന്നു. സന്ദീപ്, അവശിഷ്ടം കണ്ടെത്തിയെന്നാണോ പോലീസ് പറയുന്നത്? നികേഷ്, അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഈ പരിശോധന അല്പം നേരമായി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വീടിന് ഉള്ളിൽ തന്നെയായിരുന്നു കുഴിയെടുത്ത് പരിശോധന തുറന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ മൃതദേഹത്തിൻ്റെതെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി പോലീസിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നത്. എന്നിരുന്നാലും ഫോറൻസിക് സർജൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അവർ വിശദമായി പരിശോധന നടത്തിയതിനു ശേഷം ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന അവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയക്കുക എന്നുള്ളതായിരിക്കും അടുത്ത നടപടി. അതിനുശേഷം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ഈ കട്ടപ്പനയിലെ മറ്റൊരു വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ ഈ 2016 കുട്ടിയെ കുഴിച്ചു മൂടിയിരിക്കുന്ന എന്ന് പറയുന്ന സ്ഥലത്തും പരിശോധന നടത്തും. എന്തായിരുന്നാലും ഏതാണ്ട് 10 മണിക്ക് ശേഷം ആരംഭിച്ച ഇവിടെ മൃതദേഹം കുഴിച്ചിട്ടിരുന്നു എന്ന് പറയുന്ന കക്കാട്ടുകടയിലെ ആ വീടിനുള്ളിൽ തറ കുഴിച്ച് നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഈ മൃതദേഹം എന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള പരിശോധന വീണ്ടും പോലീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവശിഷ്ടങ്ങൾ എടുത്തതിന് ശേഷം ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ശേഖരിക്കും. ഒപ്പം തന്നെ ഫോറൻസിക് സർജന്റെ സാന്നിധ്യത്തിലാണ് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് കൂടുതൽ പരിശോധന നടത്തിയതിനു ശേഷം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായിരുന്നാലും ഇപ്പോൾ മൃതദേഹം എന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ ഈ വീടിനുള്ളിൽ നിന്നും ഈ തറ കുഴിച്ചു ഉള്ള പരിശോധനയിൽ വീടിനുള്ളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. ഇവിടുത്തെ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം ഇന്ന് തന്നെ മറ്റ് പരിശോധനകളിലേക്ക് ഈ കുട്ടിയുടെ 2016 കൊലപ്പെടുത്തിയെന്ന് പറയപ്പെടുന്ന കുട്ടിയുടെ മൃതദേഹം കുഴിച്ചുമൂടിയെന്ന് പറയപ്പെടുന്ന തൊഴുത്തിലും എത്തി പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. എന്തായിരുന്നാലും മോഷണക്കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ചോദ്യം ചെയ്യലിന് തുടർന്ന് പോലീസ് സംഘത്തിന്റെ സംശയവുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോൾ ആ വിജയരെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്ന് പറയപ്പെടുന്ന വീട്ടിൽ കുഴികുത്തി നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ മൃതദേഹമെന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന പോലീസിന്റെ ഭാഗത്ത് നടത്തുന്നുണ്ട്. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്. സന്ദീപ്, നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി